നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരു കുറച്ച് ഗ്യാപ്പ് വന്നുപോയി വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ GDSന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ പരാതികളാണെങ്കിലും ഒരുപാട് പേര് എന്നോട് കമന്റ്സിലൂടെ ആണെങ്കിലും പറഞ്ഞു, എന്തുകൊണ്ടാണ് ചേച്ചി വീഡിയോ ചെയ്യാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എക്സാം ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് പഠിത്തമൊക്കെ ആയിട്ട് ഒരു 2 വീക്സോളമൊക്കെ നമ്മൾ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് വീഡിയോ ചെയ്യാൻ ഇത്രയും ഒരു സമയത്തിന്റെ ഗ്യാപ്പ് ഉണ്ടായി പോയത്. ഇപ്പോ ഒത്തിരി പേര് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. GDSന്റെ ആണെങ്കിൽ സെലക്ഷൻ കിട്ടിയെന്ന് ഒരുപാട് പേരെന്നോട് കമന്റ്സിലൂടെ പറഞ്ഞിരുന്നു. അപ്പൊ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞാണോ എന്നാണ് വിചാരിക്കുന്നത്. വെരിഫിക്കേഷൻ അതിന്റെ ഫോംസും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്യണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഡിക്ലറേഷൻ ഫോംസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ ഒക്കെ സെലക്ട് ആയിട്ടുണ്ട്. ഒത്തിരി ഡൗട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ വെരിഫിക്കേഷനുമായിട്ട് സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡിവിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളുടെ ഡിവിഷൻ ഓഫീസ് നമ്പർ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഡിവിഷൻ ഓഫീസിനെ കോൺടാക്ട് ചെയ്യാൻ, നിങ്ങളുടെ സബ് ഡിവിഷനെ കോൺടാക്ട് ചെയ്യാം. ഈ അറ്റസ്റ്റേഷൻ ഫോംസിനൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ് ഡിവിഷനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ വെരിഫിക്കേഷന് പോയവരൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കമന്റ്സിലൂടെ പറയുക. അപ്പൊ ഇനി പോകാനുള്ളവർക്കും തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. സെക്കൻഡ് ലിസ്റ്റിലും വന്നിട്ടില്ലെങ്കിൽ തേർഡ് ലിസ്റ്റിൽ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ലിസ്റ്റ് വന്നവർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് സെക്കൻഡ് ലിസ്റ്റിലേക്ക് പോകും, ആ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ സെക്കൻഡ് ലിസ്റ്റ്, ആ റാങ്കിൽ അടുത്ത നെക്സ്റ്റ് പേഴ്സൺ ആരാണോ അവർക്കായിരിക്കും ആ സെക്കൻഡ് ലിസ്റ്റിൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഓഫീസിൽ കിട്ടുക. അപ്പൊ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ അവസരങ്ങളുണ്ട്. അപ്പൊ കിട്ടിയവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ട്രെയിനിങ് ഒക്കെ തുടങ്ങേണ്ട ഡേറ്റ് ആയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. നമുക്ക് പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. ഒരുപാട് പേര് എൻ്റെ ഒരു വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഞാൻ കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.